അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, ധാരാളം ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, കഴിഞ്ഞ റമളാനിൽ ഖളാ ആയി പോയ നോമ്പുകൾ അത് ഈ റമളാനിലും നോറ്റ് വീട്ടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും? അല്ലെങ്കിൽ ഇപ്പോൾ ഷഅബാൻ 15 ഷഅബാൻ 15 കഴിഞ്ഞാൽ നോമ്പ് നോൽക്കരുതെന്നൊരു ഹദീസുണ്ട്. അതുകൊണ്ട് തന്നെ ഖളാ വീട്ടാനുള്ള നോമ്പുമുണ്ട്, എന്തു ചെയ്യണം? അല്ലെങ്കിൽ റമളാനിൽ ഖളാ ആയി പോയ നോമ്പുകൾ തൊട്ടടുത്ത റമളാനിന് മുമ്പ് നോറ്റ് വീട്ടേണ്ടതുണ്ടോ? തുടങ്ങിയ ഒരേ ആശയത്തിലുള്ള വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ പല ആളുകളും ചോദിച്ചത് ശ്രദ്ധയിൽപ്പെട്ടു. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുവാനാണ് ഈ സംസാരത്തിലൂടെ ശ്രമിക്കുന്നത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു റമളാനിൽ നമുക്ക് നോമ്പ് ഖളാ ആയാൽ, യാത്ര കാരണത്താൽ, രോഗം കാരണത്താൽ, ഗർഭിണിയായതുകൊണ്ടോ മുലയൂട്ടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഹൈദോ നിഫാസ് കൊണ്ടോ ഒക്കെ ഖളാ ആയിപ്പോയാൽ അത് തൊട്ടടുത്ത റമളാനിന് മുമ്പ് നോറ്റ് വീട്ടുന്ന വിഷയത്തിൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. തൊട്ടടുത്ത റമളാനിന് മുമ്പ് അത് നോറ്റ് വീട്ടുന്ന കാര്യത്തിൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്നാമത്തത്, ചില കാരണങ്ങൾ കൊണ്ടാണല്ലോ നമുക്ക് നോമ്പ് ഖളാ ആയിപ്പോയത്. ആ കാരണങ്ങൾ നീങ്ങുകയും നമുക്ക് കഴിവുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ഖളാ വീട്ടുകയാണ് വേണ്ടത്. അതിനെ പിന്തിപ്പിക്കുന്നത് നല്ലതല്ല. കാരണം അള്ളാഹുവിനുള്ള കടമാണ് വീട്ടുവാൻ ഏറ്റവും അർഹതപ്പെട്ട കടം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനുള്ള ഖളാകളാണ് വേഗം വീട്ടേണ്ടത്. അതുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഐക്യമുണ്ട്, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഏത് വിഷയത്തിൽ? ഖളാ ആയിപ്പോയ നോമ്പുകൾ കഴിവ് എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നോറ്റ് വീട്ടലാകുന്നു അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠം അതിനാണ്. എന്നാൽ തൊട്ടടുത്ത റമളാൻ വരെ അത് നീട്ടിവെക്കുന്നതിൽ കുറ്റമില്ല, അഥവാ അവർക്ക് ജായിസാണ്. തൊട്ടടുത്ത റമളാൻ വരെ അതിനെ പിന്തിപ്പിക്കുന്നത് അനുവദനീയമാണ്, ജായിസാണ്. പക്ഷേ ശ്രേഷ്ഠം എന്താണ്? കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഖളാ വീട്ടലാണ്. ഇതാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. എന്നാൽ രണ്ടാമത്തെ കാര്യം, ഒരു റമളാനിൽ നമുക്ക് നോമ്പ് ഖളാ ആയി കഴിഞ്ഞാൽ തൊട്ടടുത്ത റമളാനിന് മുമ്പ് അത് നോറ്റ് വീട്ടൽ നിർബന്ധമാണ്. അഥവാ റമളാൻ വരെ, തൊട്ടടുത്ത റമളാൻ വരെ അത് നീട്ടിക്കൊണ്ടുപോകാൻ അനുവദനീയമാണെങ്കിലും ആ റമളാൻ കഴിയാൻ പാടില്ല. അതിനു മുമ്പ് തന്നെ അത് നോറ്റുവീട്ടൽ എന്താണ്? വാജിബാണ്, അത് നിർബന്ധമാണ്. തൊട്ടടുത്ത വർഷത്തിനുള്ളിൽ അത് നോറ്റുവീട്ടിയിരിക്കണം. ഈ 2 കാര്യങ്ങളിലേക്കും നമുക്ക് സൂചന നൽകുന്ന ഒരു ഹദീസാണ് ഇമാം ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിം അവർ അവരുടെ സ്വഹീഹുകളിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ, ആ ഹദീസിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യകൂനു അലയ്യ സൗമു മിൻ റമളാൻ, എനിക്ക് റമളാനിലെ ചില നോമ്പുകൾ ഖളാ വീട്ടാനുണ്ടാകും, ഹൈള് കാരണത്താലുള്ള. ഫമാ അസ്തതിഉ അൻ അഖ്ദിയഹു ഇല്ലാ ഫി ശഅബാൻ, പക്ഷേ എനിക്ക് ശഅബാനിലല്ലാതെ അത് ഖളാ വീട്ടാൻ സാധിക്കാറില്ല. ശഅബാനിലല്ലാതെ എനിക്കത് ഖളാ വീട്ടാൻ സാധിക്കാറില്ല. എന്നിട്ട് ഒന്നുകിൽ ആയിഷ റളിയല്ലാഹു അൻഹ അല്ലെങ്കിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയും പറയുകയാണ്, വദാലിക ലിമകാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യ എന്നുള്ള സ്ഥാനം വഹിക്കുന്നത് കൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ ശുഗലുകൾ, യാത്രകൾ, മറ്റു കാരണങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടായതുകൊണ്ടാണ് അവർ അങ്ങനെ ശഅബാനിലേക്ക് അത് നീട്ടിവെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസ് വളരെ വ്യക്തമാക്കുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹ വ്യക്തമാക്കുന്നത്, എനിക്ക് ഖളാ ഉള്ള നോമ്പുകൾ പലപ്പോഴും തൊട്ടടുത്ത ശഅബാൻ മാസത്തിലാണ് എനിക്ക് നോറ്റ് വീട്ടാൻ സാധിക്കാറുള്ളത്. ഇതിൽ നിന്ന് 2 ഹുക്കുമുകൾ, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ 2 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഒന്ന്, ശഅബാൻ വരെ അത് നീട്ടിക്കൊണ്ടു പോകുന്നത് ജായിസാണ്, അനുവദനീയമാണ്, കുഴപ്പമില്ല. എന്നാൽ അഫ്ളൽ നേരത്തെ തന്നെ വീട്ടലാണ്. അതുകൊണ്ടാണ് ചില കാരണങ്ങൾ ഇവിടെ പറഞ്ഞത്. നബിയുമായി ബന്ധപ്പെട്ട ചില ശുഗലുകൾ ഇല്ലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ വീട്ടിയേനെ.
അതും നമുക്കതിൽ നിന്ന് ലഭിച്ചു. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത റമളാൻ കഴിയാൻ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തില്ല? അനുവദിച്ചില്ല. മറിച്ച് എത്ര തന്നെ നീട്ടിയാലും ശഅബാനിൽ അതെന്ത് ചെയ്തു? പൂർത്തീകരിച്ചു. തൊട്ടടുത്ത റമളാനിലേക്ക് അത് മാറ്റിവെച്ചില്ല, ശഅബാനിൽ തന്നെ അത് പൂർത്തീകരിച്ചു. അപ്പോൾ ശഅബാനിൽ തന്നെ അത് പൂർത്തീകരിക്കാനുള്ള കാരണം പറയുന്നിടത്ത് ഹാഫിള് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് വയുഖദു മിൻ ഹിർസിഹ അലാ ദാലിക ഫീ ശഅബാൻ അന്നഹു ലാ യജൂസു തഅഖീറുൽ ഖദാ ഹത്താ യദ്ഖുല റമളാൻ ആഖർ. ഇതിൽ നിന്ന് മനസ്സിലായി ഖദാ നീട്ടിക്കൊണ്ടു പോവരുത് തൊട്ടടുത്ത റമളാൻ എത്തുന്നത് വരെ എന്ന് പറഞ്ഞാൽ ആ റമളാനും കൂടി കഴിയുന്നത് വരെ നീട്ടിക്കൊണ്ടു പോവരുത്. മറിച്ച് തൊട്ടടുത്ത റമളാനിന് മുമ്പ് തന്നെ അത് നോറ്റുവീട്ടണം. അതുകൊണ്ടാണ് ശഅബാനിൽ അത് പൂർത്തീകരിക്കാൻ അവർ താല്പര്യം കാണിച്ചത്. ഈ തത്വം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഏകോപിച്ചു പറഞ്ഞൊരു കാര്യമാണ്, ഒരു റമളാനിലെ നോമ്പുകൾ ഖളാ വീട്ടാനുണ്ടെങ്കിൽ തൊട്ടടുത്ത റമളാനിന് മുമ്പെങ്കിലും അത് നോറ്റുവീട്ടൽ നിർബന്ധമാണ്. എന്നാൽ തൊട്ടടുത്ത റമളാൻ വരെ അത് നീട്ടിവെക്കുന്നതിൽ വിരോധമില്ല. പക്ഷേ വീട്ടൽ എന്താണ്? നിർബന്ധമാണ്. ശരി, എങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ഒരു റമളാനിലെ നോമ്പ് തൊട്ടടുത്ത റമളാനിന് മുമ്പ് നോറ്റുവീട്ടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഒരു റമളാനിൽ ഖളാ ആയ നോമ്പ് തൊട്ടടുത്ത റമളാനിൽ ഖളാ വീട്ടാൻ സാധിച്ചില്ല എന്ന ചോദ്യമാണ്. ന്യായമായ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ അവർക്ക് ഖളാ വീട്ടിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നിയമം മാത്രമാണ് അതിൽ ബാധകം. കാരണം ന്യായമായ കാരണം കൊണ്ടാണ് ആ റമളാനിൽ നോമ്പ് നോൽക്കാൻ പറ്റാത്തത്. തൊട്ടടുത്ത റമളാനിന് മുമ്പുള്ള ആ ഒരു ഗ്യാപ്പിൽ നോമ്പ് നോൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഒന്നുകിൽ രോഗം മാറിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു റമളാനിൽ ഗർഭിണിയായിരുന്നു, പിന്നെ കുഞ്ഞിന് മുലയൂട്ടുകയായിരുന്നു, പിന്നീട് വീണ്ടും ഒരു പക്ഷേ ഗർഭിണിയായി, അതല്ലെങ്കിൽ അതേപോലെയുള്ള പ്രയാസങ്ങളുണ്ടായി. ഇങ്ങനെ വ്യക്തമായ കാരണങ്ങൾ കൊണ്ട് ഒരു റമളാനിലെ ഖളാ ഉള്ള നോമ്പുകൾ തൊട്ടടുത്ത റമളാനിന് മുമ്പ് നോറ്റുവീട്ടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അവർക്ക് കാരണവുമുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്താൽ മതി? ഖളാ വീട്ടിയാൽ മാത്രം മതി. വഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ എന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് നോമ്പ് നോറ്റുവീട്ടാൻ പറ്റാത്തവർ മറ്റു ദിവസങ്ങളിൽ നോറ്റുവീട്ടിയാൽ മതി. എന്നാൽ യാതൊരു കാരണവുമില്ലാതെയാണ് അവർ നോമ്പിനെ പിന്തിപ്പിച്ചതെങ്കിലോ, അഥവാ റമളാനിൽ നോമ്പ് ഖളാ ആയി തൊട്ടടുത്ത റമളാൻ എത്തുന്നതിന് മുമ്പ് അത് നോറ്റുവീട്ടാൻ എമ്പാടും അവസരങ്ങളുണ്ടായിട്ടും അതിന് സാധിച്ചിട്ടും അലംഭാവം കൊണ്ടോ അലസത കൊണ്ടോ മടി കൊണ്ടോ അവർ അതിനെ പിന്തിപ്പിച്ചതാണെങ്കിൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അവർ ഖളാ വീട്ടിയാൽ മാത്രം പോരാ, ഒരു നോമ്പിന് പകരം ഫിദിയ നൽകുകയും വേണം. അഥവാ ഓരോ നോമ്പും എത്ര നോമ്പാണോ വിട്ടത് അത്രയും നോമ്പിന് പകരമായി പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന ഫിദിയ എന്ന ആ ഒരു കാര്യം ചെയ്യേണ്ടതാകുന്നു. മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് അപ്രകാരമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം, ഒരു കാരണവുമില്ലാതെയാണ് തൊട്ടടുത്ത റമളാനിന് മുമ്പ് നോറ്റുവീട്ടാതിരുന്നതെങ്കിൽ അവർ ആ റമളാൻ കഴിഞ്ഞതിന് ശേഷം ഈ ഖളാ വീട്ടുകയും വേണം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ഫിദിയ നിർവഹിക്കുകയും വേണ്ടതുണ്ട്. ഇങ്ങനെ പണ്ഡിതന്മാർ പറയാനുള്ള കാരണം എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ചില സ്വഹാബികളിൽ നിന്നും ചില താബിഈങ്ങളിൽ നിന്നും അങ്ങനെ ചില ഫത്വകൾ ഹദീസിൻ്റെ കിതാബുകളിൽ കാണുന്നുണ്ട്. ഈ സ്വഹാബികളൊക്കെ ഫത്വ നൽകിയപ്പോൾ ഒരു കാരണവുമില്ലാതെ റമളാനിലും തൊട്ടടുത്ത റമളാനിലും നോമ്പ് നോറ്റ് വീട്ടാതിരുന്നവരോട് അവർ പറഞ്ഞത് നിങ്ങൾ ഖളാ വീട്ടുകയും വേണം, ഫിദിയ കൊടുക്കുകയും വേണം എന്നാണ്. ഈ അഭിപ്രായം സ്വഹാബത്തിൻ്റെ ഈ ഫത്വ അനുസരിച്ചാണ് പല പണ്ഡിതന്മാരും ഇത് രണ്ടും അവർ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതേ സന്ദർഭത്തിൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, വേറെയും ധാരാളം പണ്ഡിതന്മാർ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഇബ്രാഹിം ഉന്നഖഈ, അങ്ങനെ തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാർ, ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് ഒരാളോട് വിട്ടുപോയാൽ ആ നോമ്പ് ഖളാ വീട്ടണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നോമ്പ് നോൽക്കാൻ പറ്റാത്തവരോടാണ് ഫിദിയ കൊടുക്കാൻ ഖുർആനിലുള്ളത്. എന്നിരിക്കെ രണ്ടും കൂടി വേണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഒരു റമളാനിലെ നോമ്പ് തൊട്ടടുത്ത റമളാനിന് മുമ്പ് നോറ്റുവീട്ടുന്നവരാകട്ടെ, ഇനി ആ റമളാൻ വരുന്നതിന് മുമ്പ് നോറ്റുവീട്ടാൻ സാധിക്കാത്തവരാകട്ടെ,
അവർ എപ്പോഴാണോ ഖദാ വീട്ടുന്നത് എങ്കിൽ ആ ഖദാ വീട്ടൽ മാത്രം മതി, അതിൻ്റെ കൂടെ ഫിദിയയും കൂടി കൊടുക്കേണ്ടതില്ല. അതിനവർ തെളിവ് പിടിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ ആയത്താണ്, വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് ഖദാ ആയവരോട് വേറെ ദിവസം നോറ്റ് വീട്ടാനേ പറഞ്ഞിട്ടുള്ളൂ, അവർ ഫിദിയ കൂടി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന കാര്യം ഇതാണ്, ഖാല ഇബ്രാഹീമുൻ നഖഈ ഇദാ ഫറത ഹത്താ ജാഅ റമദാനു ആഖറു യസൂമുഹാ വലം യറ അലൈഹി ത്വആമ. തൊട്ടടുത്ത റമദാൻ വന്നിട്ടും ആദ്യത്തെ റമദാനിലെ നോമ്പ് ഖദാ വീട്ടിയിട്ടില്ലെങ്കിൽ അവർ എന്ത് ചെയ്താൽ മതി? അവർ ഖദാ വീട്ടിയാൽ മതി. വലം യറ അലൈഹി ത്വആമ, പക്ഷേ ഭക്ഷണം കൊടുക്കേണ്ടതില്ല, ഫിദിയ കൊടുക്കേണ്ടതില്ല. വയുദ്കറു അൻ അബീ ഹുറൈറത മുർസലൻ വഇബ്നു അബ്ബാസിൻ അന്നഹു യുത്ഇം. എന്നാൽ അബൂ ഹുറൈറയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഫിദിയ കൂടി കൊടുക്കണമെന്ന് പറഞ്ഞത് വന്നിട്ടുണ്ട്. സുമ്മ ഖാലൽ ബുഖാരി, എന്നിട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വലം യദ്കുരില്ലാഹു ലിത്ആം, എന്നാൽ ഭക്ഷണം കൊടുക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. ഇന്നമാ ഖാല ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു ദിവസം കൊടുത്താൽ നോറ്റ് വീട്ടിയാൽ മതി എന്നേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളൂ. ഇതേ അഭിപ്രായം തന്നെയാണ് മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം പറയുന്നത്, വഅമ്മാ അഖ്വാലു സ്വഹാബത്തി ഫഇന്ന ഫീ ഹുജ്ജതിഹാ നളറൻ ഇദാ ഖാലഫത് ളാഹിറൽ ഖുർആൻ. സ്വഹാബികൾ നൽകിയ ഫത്വ അഥവാ ഖദാ വീട്ടുകയും വേണം ഫിദിയ കൊടുക്കുകയും വേണം എന്ന് പറഞ്ഞ ഫത്വയിൽ അത് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഖുർആനിൻ്റെ ലാഹിറായ ഖൗലിനോട് അത് എതിര് നിൽക്കുന്നു. വഹുന ഈജാബുൽ ലിത്ആമി മുഖാലിഫുൽ ലിലാഹിരിൽ ഖുർആൻ, ഭക്ഷണം കൂടി കൊടുക്കണം എന്ന് നിർബന്ധമാക്കുന്നത് ഖുർആനിൽ പ്രത്യക്ഷമായി പറഞ്ഞതിനെതിരാണ്. കാരണം ലിഅന്നല്ലാഹു തആല ലം യൂജിബ് ഇല്ലാ ഇദ്ദതൻ മിൻ അയ്യാമിൻ ഉഖർ, അള്ളാഹു മറ്റു ദിവസങ്ങളിൽ ഖദാ വീട്ടണം എന്നല്ലാതെ അവർ ഭക്ഷണം കൂടി കൊടുക്കണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. വലം യൂജിബ് അക്സറ മിൻ ദാലിക്, അതിൽ കൂടുതൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല. വ അലൈഹി, അതുകൊണ്ട് തന്നെ ഫലാ നുൽസിമു ഇബാദല്ലാഹ് ബിമാ ലം യുൽസിമുഹു അല്ലാഹു ബിഹി, അതുകൊണ്ട് അള്ളാഹു നിർബന്ധമാക്കാത്തത് നാം നിർബന്ധമാക്കുകയില്ല. ഇല്ലാ ബി ദലീലിൻ തബറഅ ബിഹി അദ്ദിമ്മ, എന്നാൽ വ്യക്തമായ ദലീൽ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാമായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണമെന്ത്? ഒരു റമദാനിലുള്ള ഖദാ തൊട്ടടുത്ത റമദാനിന് മുമ്പ് നോറ്റുവീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ ഫിദിയ കൂടി കൊടുക്കണമെന്ന് വ്യക്തമായി നബിയിൽ നിന്ന് ഹദീസുകൾ ഉണ്ടാവേണ്ടിയിരുന്നു. അതില്ലാത്ത സ്ഥിതിക്കും ഖുർആനിൽ അത് ഇല്ലാത്ത സ്ഥിതിക്കും നമുക്കിത് വാജിബാണ്, നിർബന്ധമാണ്, രണ്ടും കൂടി ചെയ്യണമെന്ന് പറയാൻ നിർവാഹമില്ല. അപ്പോൾ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞതോ? അദ്ദേഹം പറയുന്നത്, അല അന്നമാ റുവിയാൻ ഇബ്നു അബ്ബാസിൻ വ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹും യുംകിനു അൻ യുഹ്മല അലാ സബീലിൽ ഇസ്തിഹ്ബാബ്, അത് നല്ലതാണ് എന്നുള്ള നിലക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അത് ഖൈറാണ്, കൂടുതൽ ഖൈറാണ്, അല്ലാതെ ലാ അലാ സബീലിൽ വുജൂബ്, നിർബന്ധം എന്നുള്ള നിലക്കല്ല. അതുകൊണ്ട് ഫസ്സഹീഹു ഫി ഹാദിഹിൽ മസ്അലതി അന്നഹു ലാ യൽസംഹു അക്സറു മിന സിയാം ഇല്ലാ അന്നഹു യഅ്സമു ബിത്തഅഖീർ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത്, തൊട്ടടുത്ത റമദാനിന് മുമ്പ് നോറ്റ് വീട്ടിയിട്ടില്ലെങ്കിൽ അത് വാജിബിനെതിരായ ഒരു തെറ്റാണ്. ആ തെറ്റിൽ അയാൾ എന്ത് ചെയ്യട്ടെ? തൗബ ചെയ്യട്ടെ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തട്ടെ. പക്ഷേ ഖളാഇൻ്റെ കൂടെ ഫിദിയ കൂടി വേണം, അത് നിർബന്ധമാണ് എന്ന് പറയാൻ നിർവാഹമില്ല. എന്നാൽ അത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഖളാ വീട്ടട്ടെ അവർ, അഥവാ തൊട്ടടുത്ത റമദാനിന് മുമ്പും നോറ്റ് വീട്ടാൻ സാധിക്കാതെ പോയ ആളുകൾ, അവർക്ക് കാരണങ്ങളുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു കാരണങ്ങളുണ്ടെങ്കിൽ ഖളാ മാത്രം മതി. കാരണമില്ലാതെയാണ് അവർ അങ്ങനെ ചെയ്തതെങ്കിൽ അവർ ഖളാ വീട്ടിയാൽ മതി എന്നതാണ് പല പണ്ഡിതന്മാരും സ്വീകരിച്ചത്. അതേ സന്ദർഭത്തിൽ അവർ ഇത്ര കൂടി പറഞ്ഞു, ഇമാം ഷാഫിഇയും ഇമാം അഹ്മദ് ബിൻ ഹംബലും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയും മറ്റു ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ അവർ ഫിദിയ കൂടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഇഖ്തിലാഫിൽ നിന്ന്, അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് അവർ മുക്തരായി. അപ്പോൾ പിന്നെ അവർക്ക് റാഹത്തായി. എന്താണ്? സ്വഹാബികൾ പറഞ്ഞതിനെയും അവർ പരിഗണിച്ചു, അതേപോലെ തന്നെ ഖുർആനിൽ വന്നതിനെയും പരിഗണിച്ചു. അപ്പോൾ അതവർക്ക് കൂടുതൽ മനസമാധാനം നൽകുന്നതാണ്. അതുകൊണ്ട് അവർ ഫിദിയയും കൊടുക്കട്ടെ, നോമ്പും നോൽക്കട്ടെ, ഖളാ വീട്ടട്ടെ. എന്നാൽ അത് നിർബന്ധമാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അല്ലാഹു ആലം. രണ്ടാണെങ്കിലും ശരി, നമ്മൾ പറയുന്നത് അങ്ങനെ ഒരാൾ തൊട്ടടുത്ത റമദാനിന് മുമ്പ് ഒരു കാരണവുമില്ലാതെ നോറ്റ് വീട്ടാതെ അതിനെ പിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഖളാ വീട്ടട്ടെ. അതോടൊപ്പം തന്നെ അവർക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ ഉദർ ബോധിപ്പിക്കുവാൻ അവർ കൂടുതൽ ഖൈറായി ഫിദിയ കൂടി നൽകുകയും ചെയ്യട്ടെ. ഇതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്.
അതേ സന്ദർഭത്തിൽ സ്വാഭാവികമായും ചോദിക്കും, എത്രയാണ് ഫിദിയ കൊടുക്കേണ്ടത്? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഫിദിയ എത്രയാണ് കൊടുക്കേണ്ടത്? അഷേഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഫിദിയ നൽകുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് അൻ കുല്ലി യൗമിൻ നിസ്ഫി സാഇൻ, അൻ കുല്ലി യൗമിൻ നിസ്ഫ സാഇൻ, എല്ലാ ദിവസത്തേക്കും നിസ്ഫു സാ അഥവാ അര സാ മിൻ ഖൂത്തിൽ ബലദി, ഒരു നാട്ടിലെ മുഖ്യ ഭക്ഷണം, അത് മിൻ തംർ ഔ ഉറുസ് ഔ ഗൈറുഹുമ, ഒന്നുകിൽ ഈത്തപ്പഴമാകാം, അല്ലെങ്കിൽ അരിയാവാം, അതല്ലാത്ത ഗോതമ്പോ എന്തോ ആകട്ടെ, അര സാ ആണ് കൊടുക്കേണ്ടത്. ഒരു മുദ്ദ് അഥവാ 750 ഗ്രാം മുഖ്യ ആഹാരമാണ് കൊടുക്കേണ്ടത് എന്ന അഭിപ്രായമുണ്ടെങ്കിലും കൂടുതൽ പ്രബലമായ അഭിപ്രായം അര സാ, നിസ്ഫു സാ എന്നതാണ്. പല സ്വഹാബികളിൽ നിന്നും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നിസ്ഫു സാ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 കിലോ അരി. നമ്മുടെ നാട്ടിലെ 1.5 കിലോ അരി ഒരു നോമ്പിന് പകരം. അങ്ങനെ 10 നോമ്പാണെങ്കിൽ ഏകദേശം 15 കിലോ അരി. അതൊരു വീട്ടുകാർക്കോ വ്യത്യസ്ത വീട്ടുകാർക്കോ പാവപ്പെട്ട ആളുകൾക്കത് കൊടുക്കണം, ഭക്ഷണമായി തന്നെ കൊടുക്കണം. പണം കൊടുക്കൽ അനുവദനീയമല്ല ചില പ്രത്യേക സാഹചര്യങ്ങളിലല്ലാതെ, മറിച്ച് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയോ അതല്ലെങ്കിൽ ഭക്ഷണം വെച്ച് പാവങ്ങളെ വിളിച്ച് സൽക്കരിക്കുകയാണ് വേണ്ടത്. 10 നോമ്പാണ് നഷ്ടപ്പെട്ടതെങ്കിൽ 10 പാവപ്പെട്ടവരെ വീട്ടിലേക്ക് വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്താലും മതിയാകുന്നതാണ്. ഇനി അതല്ല, അരിയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരാൾക്ക് 1.5 കിലോ വെച്ചാണ് നൽകേണ്ടത്. ഇതാണ് ഫിദിയയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിസ്ഫു സാ അഥവാ അര സാ ഏകദേശം 1.5 കിലോ അരിയാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഷഅബാൻ 15 കഴിഞ്ഞു, ഇത് നോറ്റുവീട്ടൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കി, പക്ഷേ ഷഅബാൻ 15 കഴിഞ്ഞാൽ നോമ്പ് നോൽക്കരുത് എന്നൊരു ഹദീസ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ശരിയാണ്, അങ്ങനെ ഒരു ഹദീസുണ്ട്. ഇമാം അബൂ ദാവൂദ്, അതേപോലെ തന്നെ ഇമാം തിർമിദി, ഇബ്നു മാജ ഇവരെല്ലാം ഉദ്ധരിക്കുകയും നാസിറുദ്ദീനുൽ അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ സഹീഹ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദൻ തസഫ ഷഅബാനു ഫലാ തസൂമു, ഷഅബാൻ 15 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോമ്പ് നോൽക്കരുത്. അപ്പോൾ എന്താണ് ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം? ഉലമാക്കൾ എല്ലാവരും ഐക്യകണ്ഠേന വ്യക്തമാക്കി, അഥവാ ഷഅബാൻ 15 വരെ തീരെ നോമ്പ് നോൽക്കാത്ത ഒരാൾ, അദ്ദേഹം തിങ്കളാഴ്ച നോമ്പോ വ്യാഴാഴ്ച നോമ്പോ നോൽക്കുന്ന ശീലമില്ലാത്ത ആളാണ്, ഷഅബാനിൻ്റെ തുടക്കത്തിലും നോമ്പ് നോറ്റിട്ടില്ല, മറിച്ച് തീരെ നോമ്പ് നോൽക്കാതെ ഷഅബാൻ 15 ശേഷം നോമ്പ് നോൽക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതാണ് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനെന്താണ് തെളിവ്? ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തഖദ്ദമു റമദാന ബിസൗമി യൗമിൻ വലാ യൗമൈനി, നിങ്ങൾ റമളാനിന് തൊട്ട് മുമ്പുള്ള 1-2 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യരുത്? നോമ്പ് നോൽക്കരുത്. ഇല്ലാ റജുലുൻ കാന യസൂമു സൗമൻ ഫലിയസുംഹു, എന്നാൽ പതിവായി നോമ്പ് നോറ്റു വരുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തിക്ക് നോമ്പ് നോൽക്കാം. അഥവാ റമളാനിന് തൊട്ട് മുമ്പുള്ള ദിവസം തിങ്കളാഴ്ചയാണെങ്കിൽ അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണെങ്കിൽ ഈ നോമ്പ് നോറ്റ് ശീലമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നോമ്പ് നോൽക്കാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് നോമ്പ് നോൽക്കുന്നതിന് വിരോധമില്ല. അതേപോലെ തന്നെ ഷഅബാനിൻ്റെ തുടക്കത്തിലും നോമ്പ് നോറ്റാൽ, കാരണം ഇവിടെ പകുതിയായാൽ നോൽക്കരുത് എന്നാണല്ലോ പറഞ്ഞത്, ഷഅബാൻ തുടക്കത്തിലെ നോമ്പ് നോറ്റു തുടങ്ങിയ ഒരാൾക്കാണെങ്കിലും ഷഅബാൻ 15 ശേഷം നോമ്പ് നോൽക്കാവുന്നതാണ്. അപ്പോൾ പതിവാക്കിയ ആളുകൾക്ക് ആ നോമ്പ് നോൽക്കുന്നതിന് കുഴപ്പമില്ല. തീരെ നോമ്പ് നോൽക്കൽ പതിവില്ലാത്ത ആളുകളാണെങ്കിൽ അവരാണ് എന്ത് ചെയ്യേണ്ടത്? നോമ്പിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത്. അത് ഹറാമാണോ കറാഹത്താണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തീരെ നോൽക്കാൻ പാടില്ല, ഒരു കാരണവശാലും നോറ്റാൽ കുറ്റം കിട്ടുമെന്ന അർത്ഥത്തിലാണോ, അതല്ലെങ്കിൽ നല്ലതല്ല എന്ന അർത്ഥത്തിലാണോ, അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ടാണെങ്കിലും ശരി, ഷഅബാൻ 15 ശേഷം പൊതുവേ നോമ്പ് ശീലമാക്കാത്ത ആളുകൾ നോമ്പ് നോറ്റ് തുടങ്ങരുത്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാഴവും തിങ്കളുമൊക്കെ നോമ്പ് നോറ്റ് ശീലമുള്ളവരോ ഷഅബാൻ തുടക്കത്തിൽ തന്നെ നോമ്പ് നോറ്റവരോ അവർക്ക് എന്ത് ചെയ്യാം? നോമ്പ് നോൽക്കാം. അതിൽ പെട്ട കാര്യം തന്നെയാണ് എന്ത്? ഖളാ ഉള്ള നോമ്പും ഷഅബാൻ 15 ശേഷമാണെങ്കിലും നോറ്റ് വീട്ടാവുന്നതാകുന്നു. കാരണം സുന്നത്ത് നോമ്പ് അനുവദനീയമാണെങ്കിൽ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിങ്കളും വ്യാഴവും ഒക്കെ നോമ്പ് നോൽക്കുന്ന ആളുകളാണെങ്കിൽ നോമ്പ് നോറ്റുകൊള്ളട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അനുവാദം തന്നു. അപ്പോൾ സുന്നത്ത് നോമ്പ് വരെ നോൽക്കാമെങ്കിൽ ഫർളായ നോമ്പ് അതിനി വേറെ അവസരമില്ല, തൊട്ടടുത്ത റമളാനിന് മുമ്പ് അത് നോറ്റുവിട്ടൽ നിർബന്ധവുമാണ് എങ്കിൽ അത്തരം ആളുകൾക്കും അതിൽ ഇളവുണ്ട് എന്നതിൽ സംശയമില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മജ്മൂഇൽ രേഖപ്പെടുത്തുന്ന കാര്യം ഇതാകുന്നു.
ഖാല അസ്ഹാബുന, ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ലാ യസിഹു സൗമു യൗമി ശക്കി അൻ റമദാൻ ബിലാ ഖിലാഫിൻ. യൗമു ശക്കിൻ്റെ ദിവസം അഥവാ ഷഅബാൻ 30 29 എന്ന് വ്യക്തമല്ല, മേഘം മൂടിയതുകൊണ്ട് വ്യക്തമല്ല. അത്തരം ശക്കുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ പാടില്ല. എന്നാൽ ഫഇൻ സാമഹു അൻ ഖളാഇൻ, എന്നാൽ ഖളാ വീട്ടാനുള്ള നോമ്പാണെങ്കിൽ, ഔ നദിരിൻ അല്ലെങ്കിൽ നേർച്ചയുള്ളതാണെങ്കിൽ, ഔ കഫാറത്തിൻ അല്ലെങ്കിൽ കഫാറത്തുള്ളതാണെങ്കിൽ അജ്സഅഹു, അവർക്ക് വിരോധമല്ല. കാരണം ലി അന്നഹു ഇദാ ജാസ അൻ യസൂമ ഫീഹി തതവ്വുഅൻ ലഹു സബബുൻ, കാരണമുള്ള സുന്നത്ത് നോമ്പുകൾ നോൽക്കാൻ അനുവാദമുണ്ടെങ്കിൽ പിന്നെ ഫൽ ഫർളു ഔലാ, ഫർളായത് എന്തായാലും നോൽക്കാമല്ലോ. അപ്പോൾ ഇവിടെ വിഷയം വളരെ വ്യക്തമായി. ഷഅബാൻ 15 ശേഷം ഖളാ വീട്ടാനുള്ള നോമ്പുകളാണെങ്കിൽ, അതല്ലെങ്കിൽ കഫാറത്തോ നേർച്ചയോ ഉള്ള നോമ്പുകളാണെങ്കിൽ അതൊക്കെ നോറ്റ് വീട്ടാം. അതേപോലെ തന്നെ പൊതുവേ വ്യാഴവും തിങ്കളും നോമ്പ് നോൽക്കുന്ന ആളുകൾക്കും നോൽക്കാം. ഷഅബാൻ 15 മുമ്പ് നോമ്പ് നോറ്റ് തുടങ്ങിയ ആളുകൾക്കും നോമ്പ് നോൽക്കാം. ഇങ്ങനെയൊന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ ഷഅബാൻ 15 ശേഷം നോമ്പ് നോൽക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇത്രയുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാര്യങ്ങളെ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾ പരിശ്രമിക്കുക, തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.